UGC നെറ്റ് പേപ്പർ 1-ൻ്റെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിരുന്നു, അതുകൊണ്ട് ഒരു സെഷൻ ഫുള്ള് നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ചു. അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതായിരുന്നു GOTയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നോക്കും ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇഫ് P ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ B ആൻഡ് ടൗൺ C ടുഗദർ and Q is the number of subscribed viewers in E, then Q is what percentage less than P? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പിയും ബിയും എയും ടുഗദർ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിൻ്റെ ടൗൺ ബിയിലെയും ടൗൺ സിയിലെയും അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിൻ്റെ ടോട്ടൽ കണ്ടെത്തണം. പിന്നെ അതിന് ശേഷം Q കണ്ടെത്തണം, P കണ്ടെത്തണം, Q കണ്ടെത്തണം. എന്നിട്ട് പി ക്യൂവിനേക്കാൾ എത്ര ശതമാനമാണ് കുറവ് കൂടുതൽ, അത് നമുക്ക് കണ്ടെത്തണം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കൃത്യമായിട്ട് കണ്ടെത്തണമല്ലോ. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ 120 1200 തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ടോട്ടൽ എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ എഴുതാം. ടോട്ടൽ വ്യൂവേഴ്സിനെ കിട്ടണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1200 ടൗൺ E 1200. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ 20% 1200 എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ 20% വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 20%. അപ്പം അതിനെ 100% കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. 1200 × 100/20 സമം 6000. 6000 ടോട്ടൽ വ്യൂവേഴ്സ് ഉള്ളതെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരുന്നു. ഇനി നമുക്ക് പീൻ്റെ വാല്യൂ കണ്ടെത്തണം. പീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ B ആൻഡ് C ടുഗദർ, അതാണ് P എന്ന് പറഞ്ഞാൽ. അപ്പം അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് P ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ടൗൺ B and C together and Q is the number of subscribed viewers in town E. അങ്ങനെയാണെങ്കിൽ then Q is what percentage less than P? ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് എത്രയേ ഉള്ളൂ, P കണ്ടെത്തണം, Q കണ്ടെത്തണം. പിയും ക്യൂവും കണ്ടെത്താൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തണം. ടോട്ടൽ എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്ന് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു, 6000. ഇത് വെച്ചിട്ട് ഇനി നമുക്ക് എന്ത് കണ്ടെത്താം, പീൻ്റെ വാല്യൂ കണ്ടെത്താം. ഓക്കെ, പീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ P = അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ടൗൺ B പ്ലസ് ടൗൺ C ആണല്ലേ. ടൗൺ ബിയിലെയും ടൗൺ സിയിലെയും അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിനെയാണ് നമുക്ക് കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്കത് കണ്ടെത്താം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ കണ്ടെത്താം. ആദ്യം നമുക്ക് ടൗൺ B അൺസബ്സ്ക്രൈബ്ഡ് ടൗൺ ബിയിലെ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കണ്ടെത്തണം. അപ്പോൾ ടോട്ടൽ ആദ്യം കണ്ടെത്തുക. ടോട്ടൽ വ്യൂവേഴ്സ് B. ടോട്ടൽ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ 6000-ൻ്റെ എത്ര ശതമാനമാണ് B? 6000-ൻ്റെ 15% അല്ലേ. 6000-ന് 15% എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 15/100 സമം 900 കിട്ടും.
900 കിട്ടി. ടോട്ടൽ വ്യൂവേഴ്സ്. ഇനി സബ്സ്ക്രൈബ്ഡ് ചെയ്ത ആൾക്കാരെ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 500 അല്ലേ? 500. ക്വസ്റ്റ്യനിൽ 500 കിട്ടി. സബ്സ്ക്രൈബ്ഡ് 500. അപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് എത്രയായിരിക്കും? 900 മൈനസ് 500 സമം 400 കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ടൗൺ സി കാണണം. ടൗൺ സിയിലെ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിനെ കാണണം. അപ്പോൾ അതിന് ടോട്ടൽ നമ്മൾ കാണാം. ടോട്ടൽ സി ഈക്വൽ ടു എത്രയാണ്? 6000-ൻ്റെ എത്ര ശതമാനമാണ്? 28% അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 28% ടോട്ടൽ വരുന്നത്. അപ്പോൾ 28/100 സമം 1680 നിങ്ങൾ കൂട്ടി നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി. ഈ സബ്സ്ക്രൈബ്ഡ് ക്വസ്റ്റ്യൻ തന്നെ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ്ഡ് എത്രയാണ്? 880 അല്ലേ? സബ്സ്ക്രൈബ്ഡ് 880. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ 880. 880. അപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് എത്രയാണ്? അൺസബ്സ്ക്രൈബ്ഡ് ഇത് അതിൽ നിന്ന് കുറച്ചാൽ മതി. 1680 മൈനസ് 880 സമം 800. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തിയ വാല്യൂ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടൗൺ ബി കിട്ടി, ടൗൺ സി കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് കിട്ടും? പീൻ്റെ വാല്യൂ അപ്പോൾ നമുക്ക് കണ്ടെത്താം അല്ലേ? പി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടൗൺ ബിയും ടൗൺ ഡിയും സിയും കൂടിയതാണ് പി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വാല്യൂ നോക്കാം. പി സമം അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടൗൺ ബി എത്രയാണ്? എത്രയാണ് കിട്ടിയത്? 500 കിട്ടി. പ്ലസ് ടൗൺ സി എത്രയാണ് കിട്ടിയത്? 800 സമം 1200. അപ്പോൾ നമുക്ക് പി 1200 എന്ന് കിട്ടി. ഇനി ക്യൂ കിട്ടണം. ക്യൂ കണ്ടെത്തണം. ക്യൂ ഈസ് ദ സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടൗൺ ഇ. ക്യൂ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടൗൺ ഇ ആണ്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടൗൺ ഇ എത്രയാണ്? 360. അപ്പോൾ പിന്നെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടൗൺ ഇ ക്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ്? 360. അപ്പോൾ ഇനി ചോദ്യം നോക്കാം. ദെൻ ക്യൂ ഈസ് വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ പി? ക്യൂ ഈസ് വാട്ട് പെർസെൻറ്റ് ലെസ് ദാൻ പി? അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുക. പി മൈനസ് ക്യൂ ബൈ പി. ഇത് ഇങ്ങനെ നമ്മൾ മുമ്പ് ചെയ്ത കണക്കായിരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ അത് താഴെ വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇനീഷ്യൽ വാല്യൂ മൈനസ് ഫൈനൽ വാല്യൂ ഡിവൈഡഡ് ബൈ ഫൈനൽ വാല്യൂ, അങ്ങനെയാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. പി മൈനസ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് പെർസെൻറ്റേജ് ലെസ് ആണ്. അപ്പോൾ ഫോർമുല എങ്ങനെയാണ്? പി മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ പി. ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ സൂത്രം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ നോക്കാം. ദാൻ, ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ വരുമല്ലോ, പി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ പി താഴെ വരും, ബാക്കിയുള്ള പിയും ക്യൂവും മുകളിലും വരും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇക്വേഷൻ പഠിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എഴുതാം. 1200 മൈനസ് 360 ഡിവൈഡഡ് ബൈ 1200 സമം ഇൻറ്റു 100. അപ്പോൾ സമം നമുക്ക് ഇതൊക്കെ വെട്ടി ചെറുതാക്കുകയൊക്കെ ചെയ്യാം.
അങ്ങനെ ഓരോ വാല്യൂസൊക്കെ ചെറുതാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 70 ആണ് കിട്ടുക. ഓക്കെ, 70 ആണ് അതിൻ്റെ വാല്യൂ ആൻസർ കിട്ടുക. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ഉണ്ട്. ഇതാണെന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക 70% ലെസ് ദാൻ എന്നാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, okay, if out of the number of viewers from town C, 325/7% are male, female, and 7 ഇവിടെ ക്വസ്റ്റ്യൻ അവിടെ പോയി. ഓക്കെ, if out of the number of viewers from town C, 325/7% are female, and 7/13 of the numbers of female viewers are unsubscribed viewers. Then the number of unsubscribed male viewers from town C are. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സ് ഫ്രം ടൗൺ സി ആണ്. നമുക്ക് അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സിനെ നമുക്ക് കണ്ടെത്തണം ടൗൺ സിയിലെ. അതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ വ്യൂവേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കണം. ടോട്ടൽ വ്യൂവേഴ്സ് ഓൾറെഡി നമ്മൾ കണ്ടെത്തി അല്ലേ. ടോട്ടൽ വ്യൂവേഴ്സ് എത്ര 6000 ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഇനി നമുക്ക് സി നോക്കണം അല്ലേ. സിയിൽ ടൗൺ സിയിലെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ടൗൺ സി ഓക്കെ, ടൗൺ സീനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ടൗൺ സി 28% ആണ് ടോട്ടൽ വാല്യൂവിൻ്റെ 28% ആണ് ടൗൺ സിയിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൗൺ സീൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടൗൺ സി 6000ൻ്റെ 28%. അത് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയതാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടെത്തിയാണ്. അപ്പോൾ ഇത് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ടൗൺ സി കണ്ടെത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടൗൺ സി കണ്ടെത്തണം അല്ലേ. നമുക്ക് കണ്ടെത്താനുള്ളത് അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കണ്ടെത്തണം. അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കണ്ടെത്തണമെങ്കിൽ ആ ടോട്ടലിൽ നിന്ന് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കുറക്കണം അല്ലേ. സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എത്രയാണ് നോക്കാം നമുക്ക്. സിയിൽ ടൗൺ സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് 880 അല്ലേ. 880 ഓൾറെഡി നമ്മളിപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഫാസ്റ്റിൽ ചെയ്യുന്നത്. 800. ഓക്കെ, അപ്പോൾ ടൗൺ സിയിലെ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് 800 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഫീമെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കണ്ടെത്താം. എന്നാൽ നമുക്ക് മെയിലും ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും അല്ലേ. ഫീമെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലാവും. 325/7% ഓഫ് ദ ടോട്ടൽ വ്യൂവേഴ്സ് ഇൻ ടൗൺ സി ആർ ഫീമെയിൽ. ഓക്കെ, അപ്പോൾ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ 325/7% ആണ് അറിയും.
ഫീമെയിൽ. ഓക്കെ, എന്തിൻ്റെ 1680. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആ ക്വസ്റ്റ്യൻ 1680 ഇൻറ്റു 325/7%. പെർസെൻറ്റേജ് കാണാണ്. അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെ എഴുതാം. 1680 ഡിവൈഡഡ് ബൈ ഇങ്ങനെ മൊത്തത്തിൽ ചെയ്യാം. (125/7 × 100 ഇൻറ്റു 1680 സമം ഓരോ വാല്യൂ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 700 ഇങ്ങനെ വരും. പിന്നെ ടോട്ടൽ വരാം 780 ടോട്ടൽ നമുക്ക് കിട്ടാം. അപ്പോൾ ഫീമെയിൽ വ്യൂവേഴ്സ് 780 കിട്ടി. ഫീമെയിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടെത്തേണ്ടത് മെയിൽ വ്യൂവേഴ്സാണ് അല്ലേ. ഫീമെയിൽ വ്യൂവേഴ്സ് 780. അപ്പോൾ മെയിൽ വ്യൂവേഴ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും അല്ലേ. ഒരു മിനിറ്റ്. ഓക്കെ, ഫീമെയിൽ വ്യൂവേഴ്സ് കിട്ടി. ടോട്ടൽ ഫീമെയിൽ വ്യൂവേഴ്സ് എത്ര കിട്ടി? 780 കിട്ടി. ഇനി നമുക്ക് അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ വ്യൂവേഴ്സ്. അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ വ്യൂവേഴ്സ് കണ്ടെത്താൻ ക്വസ്റ്റ്യനിൽ ഇതാ കൊടുത്തിട്ടുണ്ട്. 7/13 ഓഫ് ദ നമ്പർ ഓഫ് ഫീമെയിൽ വ്യൂവേഴ്സ് ആർ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ എത്രയാണ്? 7/13 ആണ്. അതായത് 780 ഇൻറ്റു 7/13 ആണെന്ത്? അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 420 കിട്ടും. ഓക്കെ, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ തന്നെയാണ് 420. അപ്പോൾ 420 ആണെന്ത്? അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ വ്യൂവേഴ്സ്. അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ വ്യൂവേഴ്സ് 420 കിട്ടി. അപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ വ്യൂവേഴ്സ് 420 ആണെങ്കിൽ അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സ് കണ്ടെത്താൻ നമുക്ക് എളുപ്പമാണ്. അത് നമുക്ക് കുറച്ചാൽ മതിയല്ലോ. ഓൾറെഡി നമ്മൾ ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എത്രയുണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. 800 അപ്പോൾ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സ് അതിനെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് പ്ലസ് അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ വ്യൂവേഴ്സ് മൈനസ് ആണ് വരിക. ടോട്ടലിൽ നിന്ന് നമുക്ക് എന്ത് കുറച്ചാൽ മതി? ഫീമെയിലിനെ കുറച്ച് കഴിഞ്ഞാൽ മെയിൽ കിട്ടുമല്ലോ. അപ്പോൾ ടോട്ടൽ 800 ആണെന്ന് മനസ്സിലായി. അതിൽ നിന്ന് ഫീമെയിൽ 420 കുറക്കുക സമം 380. 380 ആണെന്ത് നമ്മുടെ ആൻസർ വരിക. കാരണം ഇവിടെ നമുക്ക് കണ്ടെത്താൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ വരുന്ന ഇക്വേഷൻസ് ഉണ്ടല്ലോ, വാല്യൂസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ 380 അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ കുറച്ച് സമയം എടുക്കുന്നതാണ്. സാധാരണഗതിയിൽ എക്സാമിന് പരിചയമില്ലാത്ത ആൾക്കാർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യേണ്ടി വരും. നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായി പ്രാക്ടീസ് ചെയ്യണം. നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സമയം എടുക്കില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടേക്കിംഗ് ആൾ ടൗൺ ടുഗദർ? എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ, എല്ലാ ടൗൺസും കൂട്ടിക്കഴിഞ്ഞാൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സും സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലേ. ടോട്ടൽ വ്യൂവേഴ്സ് എത്രയും നോക്കണം. ടോട്ടൽ 6000 ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ടോട്ടൽ സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്, അത് നമ്മുടെ ചോദ്യത്തിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. ഇതാ ടോട്ടൽ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഇതിൻ്റെ ടോട്ടൽ 440 പ്ലസ് 50, 500 പ്ലസ് 880 പ്ലസ് 700 പ്ലസ് 360, ഇതെല്ലാം കൂട്ടിയിട്ട് ഉള്ള വാല്യൂ ആണ് നമുക്ക് എന്ത് വരിക, സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിൻ്റെ വാല്യൂ വരിക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിൻ്റെ വാല്യൂ നോക്കുന്ന സമയത്ത് ടോട്ടൽ സബ്സ്ക്രൈബ് വ്യൂവേഴ്സ് 440. നിങ്ങളെ ഫോണിൽ ഞാൻ അയച്ചിട്ടുണ്ട്, വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് ചോദ്യം. നിങ്ങളത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കുക കേട്ടോ. 50 പ്ലസ് 880, 500 പ്ലസ് 880 പ്ലസ് 700 പ്ലസ് 360 സമം ഇതിൻ്റെ ടോട്ടൽ വരുന്നത് 2880 ആണ് ആൻസർ. ജസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കൂട്ടിയിട്ട് സമയം വേസ്റ്റ് ആക്കണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കിട്ടി അല്ലേ. അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കിട്ടി. ഇനി സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കിട്ടി. ഇനി നമുക്ക് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കണ്ടെത്തണമെങ്കിൽ വളരെ സിമ്പിളാണ്. ടോട്ടൽ സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സിൻ്റെ ടോട്ടൽ ഇതാണ്, ഗ്രാൻഡ് ടോട്ടൽ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കിട്ടണം. അൺസബ് ഈക്വൽ ടു ടോട്ടൽ മൈനസ് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 6000 ആണ്, മൈനസ് 2880. 2880 ആണ് നമ്മുടെ ആൻസറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3130 കിട്ടും. ഓക്കെ, 3120 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളാണ്. അപ്പോൾ ഇതിൽ 3120 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഉത്തരം തെറ്റിപ്പോയി, നമ്മൾ പ്രോബ്ലം ചെയ്തു പോയി, തെറ്റിപ്പോയി എന്നൊക്കെ തോന്നിപ്പോകും. ശരിക്കും ഇവിടെ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ് ഇത് ചോദിക്കുന്നത്. അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. ഓക്കെ, ഇവിടെ ശരിക്കും എന്തല്ല, എത്ര എണ്ണം എന്നല്ല ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്, ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എത്രയെന്നും ടോട്ടൽ സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എത്രയെന്നും മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഡിഫറൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രോബ്ലം ചെയ്ത് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ടെൻഷനിലായിരിക്കും. എങ്ങനെയായാലും ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇതൊന്ന് മൈൻഡ് ഫ്രീ ആയി ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. എല്ലാ പ്രോബ്ലങ്ങളും അങ്ങനെ തന്നെയാണ്, മൈൻഡ് ഫ്രീ ആയിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം, അത് ആദ്യം നിങ്ങൾ ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെക്കുക. 2 റൗണ്ട് എല്ലാ ചോദ്യങ്ങളും ആവർത്തിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം അറ്റൻഡ് ചെയ്യണം. ആദ്യം 1 മുതൽ 150ാമത്തെ ചോദ്യം വരെ ഓടിച്ച് വായിക്കുക. എന്ന് പറഞ്ഞാൽ വായിച്ച് പോവല്ല, അറിയുന്നതാണെങ്കിൽ ടിക്കുക, അറിയാത്തതാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നും 150 വരെ മൊത്തം വായിച്ച് നോക്കുക. എന്നിട്ട് എളുപ്പമുള്ളതെല്ലാം ആദ്യം ചെയ്യുക. അതിനുശേഷം എളുപ്പമില്ലാത്ത ടഫുള്ള ഭാഗങ്ങൾ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. അത് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം വീണ്ടും തിരിച്ചു വരിക ആദ്യത്തെ പ്രോബ്ലം ഭാഗങ്ങളിലേക്ക്. അത് മൊത്തം പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതും കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഒരു റൗണ്ട് കൂടി വരാനുള്ള സമയം വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക.
ഇപ്പം ഇനി നമ്മൾ എന്ത് കണ്ടെത്തണം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് നമ്മൾ കണ്ടെത്തണം. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 3120 മൈനസ് 2880. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടി ചെയ്യുക കേട്ടോ. 3120 മൈനസ് 2880. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടുക? യെസ്, 240. ഓക്കെ, 200. പറഞ്ഞുതരാലോ. ഏതാണ് ക്വസ്റ്റ്യൻ? ഏതാണ് ക്വസ്റ്റ്യൻ 3? ഓക്കെ, 325/7. ചോദ്യം ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഇവിടെ ഈ ചോദ്യം കണ്ടല്ലോ. ഇഫ് ഔട്ട് ഓഫ് ദ നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഫ്രം ടൗൺ സി 325/7% ഫീമെയിലാണ്. അതായത് ടൗൺ സിയിലെ വ്യൂവേഴ്സിൽ 375%, 325/7% ഫീമെയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് മായ്ച്ചിട്ട് ആദ്യം മുതൽ പറയാം. അത് മായ്ക്കാൻ. ഇപ്പോൾ ടോട്ടൽ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്താ കണ്ടെത്തേണ്ടത്? നമുക്ക് കണ്ടെത്തേണ്ടത് നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സിനെ കണ്ടെത്തണം. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ഇഫ് ഔട്ട് ഓഫ് ദ നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഫ്രം ടൗൺ സി 325/7% ആർ ഫീമെയിൽ. ഓക്കെ, 325 ഇത്രയും ഫീമെയിൽ ഉണ്ട്. 325/7% ഫീമെയിലാണ്. ആൻഡ് 7/13 ഓഫ് നമ്പർ ഓഫ് ഫീമെയിൽ ആസ് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. ഈ 325/7%ൻ്റെ 7/13% ഫീമെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സാണ് എന്നും മനസ്സിലാക്കി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തണം? നമ്മൾ ഈ അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഹിൻ്റാണ് തന്നിട്ടുള്ളത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് കണ്ടെത്തണം എന്ന് ആദ്യം മനസ്സിലാക്കാം. നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സ് കണ്ടെത്തണം. നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സ് ഒന്ന് എഴുതാം. നമ്പർ അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സ്, ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഏത് ഗ്രൂപ്പിൻ്റെയാണ്? ടൗൺ സി. ടൗൺ സീൻ്റെ ആണ് നമ്മൾ കണ്ടെത്തണം. ടൗൺ സി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി ഒരു ടോട്ടൽ ആകെ എത്ര വ്യൂവേഴ്സ് ഉണ്ട് എന്ന് കണ്ടെത്തണം. അത് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയതാണല്ലോ അല്ലേ? ഓൾറെഡി നമ്മൾ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ 6000 ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 6000 ആണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയല്ലോ. ഇവിടെ ടോട്ടൽ എന്താണ് 1200 ടോട്ടൽ വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? 1200 ടോട്ടൽ അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1200. ഈൻ്റെ ടോട്ടൽ 1200. അപ്പോൾ ഈൻ്റെ ടോട്ടൽ വെച്ചിട്ട് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 20% അല്ലേ? 1200 എന്ന് പറഞ്ഞാൽ 20%. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ 6000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ 6000 കിട്ടിയത്. അപ്പോൾ ടോട്ടൽ ആദ്യം നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ 6000 കിട്ടി. 6000 കിട്ടി. ഇനി നമുക്ക് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കണ്ടെത്തണം. ഓക്കെ, സോറി, ടൗൺ സിയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് കണ്ടെത്തണം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 6000 ആണ്. ടൗൺ സിയെ കുറിച്ചാണല്ലോ ചോദ്യം.
6000 ഇൻറ്റു എത്ര ശതമാനമാണ്? ടൗൺ സി 28% അല്ലേ? ഓക്കെ, ടൗൺ സി 28%. 28% സമം നമ്മൾ കിട്ടിയതാണ്, ഓൾറെഡി കിട്ടിയതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്, ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തിയതാണ് കേട്ടോ. 1680 കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഇപ്പോൾ മെയിൽ കണ്ടെത്തണമെങ്കിൽ ആദ്യം അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കണ്ടെത്തണം അല്ലേ? അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സാണ് നമുക്ക് ശരിക്കും കണ്ടെത്തേണ്ടത്. പക്ഷെ ആദ്യം അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എത്രയെന്ന് കണ്ടെത്താം. അപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കണ്ടെത്താൻ ആദ്യം നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ ഇവിടെ കിട്ടി 1680. സബ്സ്ക്രൈബ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിട്ടുള്ളത്? സബ്സ്ക്രൈബ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 880 ആണല്ലേ? സീൻ്റെ സബ്സ്ക്രൈബ്ഡ് ഇതാണ്. ഇവിടെ കുത്തി വരഞ്ഞിട്ട് ക്ലിയർ നിങ്ങളെ ടെക്സ്റ്റിലും നോക്കാം കേട്ടോ. നിങ്ങളെ ഗ്രൂപ്പിലിട്ടതിൽ നോക്കാം, 880 വരിക. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഇത് കുറക്കാം. 880 സമം 1680 മൈനസ് 880 സമം നമുക്ക് കിട്ടി 800 കിട്ടി. അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്കറിയാം, എളുപ്പമാണ്. അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കിട്ടി. ഇനിയാണ് നിങ്ങൾ ചോദിച്ച 375/7% ആർ ഫീമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയ ടോട്ടൽ എത്ര ഉണ്ട്? 1680% ഉണ്ടല്ലോ. ഈ 1680ൻ്റെ 325/7 എന്താണ്? ഫീമെയിൽ ആണെന്നാണ് പറഞ്ഞത്. 375% ഫീമെയിലാണ്. ആ 375/7%ൻ്റെ 7/13% അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽസാണ്. അങ്ങനെ 2 ഇൻഫോർമേഷനാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ശരിക്ക് കുറച്ച് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കഴിയില്ല. കാരണം ഇത് സെയിം ഭിന്നസംഖ്യയൊക്കെ ആകുമ്പോൾ നമുക്ക് ഗുണിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രേ പറയണുള്ളൂ. 1680 കിട്ടിയ മനസ്സിലായില്ലേ? ടോട്ടൽ ടൗൺ സിയിൽ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ എന്നാൽ പിന്നെ ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. ഓക്കെ പറയാം. ഓക്കെ, ഞാൻ വിചാരിച്ചു മനസ്സിലായത്. അപ്പം മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞല്ലോ 1680ൻ്റെ 325/7% ഫീമെയിലാണ്. അതിൻ്റെ ഈ 325/7 എത്രയും നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആ വാല്യൂവിൻ്റെ 7/13% അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിലാണ്. അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ കിട്ടും. അതിൻ്റെ നേരെ അതിൽ നിന്ന് ഈ വാല്യൂ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം സബ്സ്ക്രൈബ്ഡ് ഫീമെയിൽസ് എത്രയുണ്ട് നോക്കാം. ഈ ടോട്ടൽ വാല്യൂവിൻ്റെ, അതായത് ടോട്ടൽ ഫീമെയിൽ ആദ്യം നമുക്ക് കണ്ടെത്തണം അല്ലേ? ടോട്ടൽ ഫീമെയിൽ ഓഫ് ടൗൺ സി, അതായത് ടോട്ടൽ ഫീമെയിൽ ഓഫ് ടൗൺ സി എന്ന് പറഞ്ഞാൽ 1680ൻ്റെ 325/7% ആണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത്ര 100 ഇൻറ്റു 100 നമുക്ക് ഇങ്ങനെ എഴുതാം. 1/100 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെറുതായിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ജസ്റ്റ് ആൻസർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം. എങ്കിലും ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ 325/7 ഇൻറ്റു 100 ഇൻറ്റു, അല്ലെങ്കിൽ പുറത്ത് ഇൻറ്റു ചെയ്താൽ 1680.
1680. അപ്പോൾ 1680 കിട്ടി. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ഒന്നും കൂടി ചുരുക്കാം. 1680 ഇൻറ്റു 325 ഡിവൈഡഡ് ബൈ 700 കിട്ടി. 1/700. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ടോട്ടൽ നമുക്ക് ഇതിൻ്റെ ആൻസർ വരാം 780 അല്ലേ ആൻസർ കിട്ടിയത്? കറക്റ്റ് അല്ലേ? ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഫീമെയിൽ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 325/7% ഫീമെയിൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 1680 780 എന്താണ്? ഫീമെയിലാണ്. ഓക്കെ, അപ്പോൾ ബാക്കി മെയിലാണ്. ഓക്കെ, അപ്പോൾ ഫീമെയിലും മെയിലും നമുക്ക് കിട്ടി. ഇനി നമുക്ക് സബ്സ്ക്രൈബും അൺസബ്സ്ക്രൈബും കിട്ടണം. ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫീമെയിൽ കിട്ടി. അപ്പോൾ ഇതിൻ്റെ മെയിലും നമുക്ക് ഇതിൽ നിന്ന് ഈ വാല്യൂ കുറച്ചാൽ മെയിൽ കിട്ടും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഫീമെയിൽ കിട്ടി. ഈ ഫീമെയിലിൻ്റെ, അതായത് 780 ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക. 7/13% ഫീമെയിൽസ് ആർ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. അതായത് 780 7/13 എന്താണ്? അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽസ് ആണ്. അപ്പോൾ നമുക്കൊരു പേജ് എടുക്കാം. അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ എത്രയാണ്? 780 ഇൻറ്റു 7/13. അപ്പോൾ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 780 ഇൻറ്റു 7/13 എത്രയാണ് കിട്ടിയത്? 420 അല്ലേ? 420 നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ 420 എന്താണ്? അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ വ്യൂവേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ വ്യൂവേഴ്സ് 420 ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് നമുക്ക് എന്തിൽ നിന്ന് കണ്ടെത്താം? സബ്സ്ക്രൈബ്ഡ് നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ടോട്ടൽ കണ്ടെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്, ടോട്ടൽ വ്യൂവേഴ്സ് എത്രയാണ്? 1680 സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ? നമുക്ക് നോക്കാം. സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എത്രയാ? ടൗൺസിൻ്റെ 880 മൈനസ് 880 സമം 800 ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്. അപ്പോൾ ഈ ടോട്ടൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്, അതായത് 800ൽ നിന്ന് 420 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? അൺസബ്സ്ക്രൈബ്ഡ് മെയിൽ വ്യൂവേഴ്സ്. കാരണം ഇത് ഫീമെയിൽ വ്യൂവേഴ്സ് ആണ്. 420 എന്ന് പറഞ്ഞാൽ അൺസബ്സ്ക്രൈബ്ഡ് ഫീമെയിൽ വ്യൂവേഴ്സ് ആണ്. ടോട്ടൽ 800. അപ്പോൾ അതിൽ നിന്ന് 380 നമുക്ക് കിട്ടും. 380 ടോട്ടൽ മെയിൽ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിലുണ്ട് 380 ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് P is the total value of total number of unsubscribed viewers in town B and C together, and Q is the number of unsubscribed viewers in E.
ദെൻ ക്യൂ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് പി. നേരത്തെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി എന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 6000 ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോൺ അൺസബ്സ്ക്രൈബ് വ്യൂവേഴ്സ്, ടോൺ ബിൻ്റെയും ടോൺ സിൻ്റെയും അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഓൾറെഡി മുമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ് അല്ലേ. ഇവിടെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു ടൗൺ ബി. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ടൗൺ ബീൻ്റെ ടോട്ടൽ 6000ൻ്റെ 15% എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് 900 കിട്ടി. 900ൻ്റെ സബ്സ്ക്രൈബ്ഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ്ഡ് 500 ആണെന്ന് കിട്ടി. 500ന് 900 കഴിച്ചാൽ 400 ആണെന്ത്, അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടൗൺ സി. ഇനി അതുപോലെ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടൗൺ ബി ആണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ. ടൗൺ സി നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. 6000ൻ്റെ 28% ടൗൺ സിയിലുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇപ്പം തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. 1800 കിട്ടി. 1680 കിട്ടി. 1680 സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ആയിട്ടുള്ള 880 നമ്മൾ കുറച്ചു. അപ്പോൾ നമുക്ക് 800 കിട്ടി. അപ്പോൾ നമുക്ക് പീൻ്റെ വാല്യൂ കിട്ടി അല്ലേ. പി എന്ന് പറഞ്ഞാൽ അതാകും, പി ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓഫ് ടൗൺ ബി ആൻഡ് ടൗൺ സി ടുഗദർ. അപ്പോൾ ടൗൺ പി എന്ന് പറഞ്ഞാൽ 400 + 800. ഓക്കെ, 400 + 800 1200 ആണ്. 1200 കിട്ടി. ഇനി നമുക്ക് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ ഈസ് ദ നമ്പർ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഇൻ ഇ. ഈൻ്റെ അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ്, ഈൻ്റെ സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഇ. അപ്പോൾ ക്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈൻ്റെ സബ്സ്ക്രൈബ്ഡ് ടോട്ടൽ, ഈൻ്റെ ടോട്ടൽ 1200 ആണ് നമുക്ക് പറഞ്ഞു, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് 360 ആണെന്നും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ 840 ആണ് സബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സ് വരിക. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടി. പി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്, പി എന്ന് പറഞ്ഞാൽ നമുക്ക് 1200 കിട്ടി. ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയത്, 840 കിട്ടി. ഇനി ദെൻ ക്യൂ ഈസ് വാട്ട് പെർസെൻറ്റേജ് പി. അപ്പോൾ ക്യൂ അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത് അല്ലേ. ദെൻ ക്യൂ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് പി. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളാണ്. ക്യൂ പി × 100. അപ്പോൾ നമുക്ക് വാട്ട് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. 1200ൻ്റെ 845 × 100. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. എത്ര, 840 ആണ്, 45 അല്ല 40 ആണ്. ഇതിൻ്റെ വാല്യൂ എത്ര, ആൻസർ എത്ര കിട്ടിയത്, ഇത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയത്, 70 അല്ലേ. 70 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇതിങ്ങനെ വെട്ടിച്ചെറുതാക്കിയാൽ മതി. ഈ 0 വെട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക, 12നെ 840 കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ 70 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 70 ആണ്. ആൻസർ 70 ആണ്. ഇതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇനി എന്തെങ്കിലും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ
കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നാളെ മോർണിംഗ്. ഓക്കെ, താങ്ക് യു.